നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാന്റോസുകാർക്ക് രാജാവ് പെലെയാണ് രാജകുമാരൻ നെയ്മർ ജൂനിയറും. ഫുട്ബോളിൻ്റെ രാജാവ് പെലെ, ഫുട്ബോളിൻ്റെ രാജകുമാരൻ നെയ്മർ ജൂനിയർ. കിങ് പെലെ, പ്രിൻസ് നെയ്മർ. സാന്റോസിനെ കൊപ്പ ലിബർട്ടഡോറസിൽ മുത്തമിടിച്ചത്, അതായത് സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരാക്കിയത് ആദ്യം പെലെയാണ്. പെലെയുടെ കാലഘട്ടത്തിലാണ് അവർ കിരീടം ചൂടുന്നത്. അതിനുശേഷം പിന്നീട് അവർ ആ കിരീടത്തിലേക്ക് പോകുന്ന നെയ്മർ ജൂനിയർ കളിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ആ നെയ്മർ പിന്നീട് അവിടെ നിന്ന് വളർന്ന് യൂറോപ്പിലൊക്കെ പോയി ഒടുവിൽ സൗദി അറേബ്യ വഴി തിരികെ ഇപ്പോൾ സാന്റോസിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ പഴയ സാന്റോസ് അല്ല. സാന്റോസ് കഴിഞ്ഞ സീസണിൽ റെലഗേഷൻ സോണിൽ കളിച്ചതാണ്. അവിടെ നിന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ട് ഇത്തവണ സീരിയയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നെയ്മർ ജൂനിയർക്ക് വീണ്ടും പരിക്ക് പറ്റി, കാൽമുട്ടിന് പ്രശ്നമാണ്, കാർട്ടിലേജ് ഇഷ്യൂ ആണ്, ഇനി കളിക്കാൻ പറ്റില്ല ഈ വർഷമെന്ന് ഡോക്ടർമാർ പറഞ്ഞ ഘട്ടത്തിൽ സാന്റോസ് നിൽക്കുന്നത് ബ്രസീലിയറോ സിരിയയുടെ 17ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞ റെലഗേഷൻ സോണിൽ. ബാക്കിയുള്ളത് വെറും 4-5 കളികളും മാത്രം. നെയ്മർ ജൂനിയർക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ സാന്റോസ് രക്ഷപ്പെടില്ല എന്ന കാര്യം ഉറപ്പാണ്. അത് മറ്റാരെക്കാളും കൃത്യമായി വ്യക്തമായി അറിയാവുന്നയാളാണ് നെയ്മർ ജൂനിയർ. അദ്ദേഹം ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി, ഞാൻ കളിക്കുകയാണ്. അതായത് പരിക്കേറ്റിട്ടും അത് വകവെക്കാതെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഞാൻ കളിക്കാൻ ഇറങ്ങുകയാണ് എന്ന് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലബ്ബ് സാന്റോസ് നെയ്മർ ജൂനിയർക്ക് വെറും ഒരു ക്ലബ്ബല്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ക്ലബ്ബാണ്. ആ ലവ് സ്റ്റോറി ഒരു സ്പെഷ്യൽ ലവ് സ്റ്റോറിയാണ്. ഈ ടീം മുങ്ങിത്താഴുന്നത് കാണാൻ അദ്ദേഹം തയ്യാറല്ല. അങ്ങനെ മുങ്ങിത്താഴുന്നത് നോക്കി നിൽക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുകയുമില്ല. അദ്ദേഹം കാൽമുട്ടിന്റെ പരിക്കൊരു പ്രശ്നമല്ലാതെ അത് വകവെക്കാതെ ബൂട്ടണിഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് മാന്ത്രിക പ്രകടനം നടത്തിയിട്ട് റെലഗേഷൻ സോണിൽ നിന്ന് ടീമിനെ കൈപിടിച്ചുയർത്തിയിട്ട് 14ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. 14ാം സ്ഥാനം എന്ന് പറയുമ്പോൾ വളരെ സേഫ് ആണെന്നല്ല, പക്ഷെ റെലഗേഷൻ സോണിൽ നിന്ന് ടീമിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അടുത്ത കളിയിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ അവർക്ക് ബ്രസീലിയറോ സിരിയെ തന്നെ നിൽക്കാൻ പറ്റും. ഇങ്ങനെ പരിക്കുള്ള സമയത്ത് ഇങ്ങനെ കളിക്കണമെങ്കിൽ അയാൾക്ക് ആ ടീമിനോടുള്ള ഇഷ്ടം, സ്നേഹം, പ്രണയം എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക. ഏതായാലും നെയ്മറുടെ മാന്ത്രിക പ്രകടനമാണ് ഇന്ന് യുവന്റൂസിനെതിരെ നമ്മൾ കണ്ടത്. ഹാട്രിക് ആണ് അദ്ദേഹം നേടിയത്. അതിന് മുമ്പുള്ള കളിയിൽ അദ്ദേഹത്തിന്റെ വക ഗോളും അസിസ്റ്റും ഉണ്ടായിരുന്നു. അതിന് മുമ്പുള്ള കളിയിൽ അദ്ദേഹത്തിന്റെ വക ഗോൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 കളികളിലായിട്ട് 5 ഗോളും 1 അസിസ്റ്റും നെയ്മർ ജൂനിയറുടെ ബൂട്ടിൽ നിന്ന് പിറന്നിട്ടുണ്ട്. കഴിഞ്ഞ 4 കളികളായിട്ട് സാന്റോസ് പരാജയപ്പെട്ടിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കുക. അതാണ് നെയ്മർ ജൂനിയർ എന്ന മനുഷ്യന്റെ ഇൻഫ്ലുവൻസ്. അതാണ് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്ത് ഇറങ്ങിയാൽ എന്തും സാധ്യമാവും എന്നുള്ളതിന്റെ കൃത്യമായ വ്യക്തമായ തെളിവ്. ഏതായാലും നോക്കുക, മിറാസോളിനെതിരെ സാന്റോസ് 1-1 സമനില, അന്ന് നെയ്മറുടെ വക ഗോള്. പിന്നീട് സാന്റോസും സ്പോർട്ടും തമ്മിലുള്ള കളി 3-0 സാന്റോസ് ജയിക്കുമ്പോൾ നെയ്മറുടെ വക ഗോളും അസിസ്റ്റും. പിന്നീട് ഈ കളി യുവന്റൂസിനെതിരെ ഹാട്രിക്. അങ്ങനെ 5 ഗോളുകളും 1 അസിസ്റ്റും 6 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് കഴിഞ്ഞ 3 കളികളിൽ നിന്ന് നെയ്മറുടെ വക വന്നിട്ടുള്ളത്. ഹിസ് റിമാർക്കബിൾ ഫോം വൈൽ ഇൻജോർഡ് ഈസ് കീപ്പിംഗ് സാന്റോസ് എബവ് ദി ബ്രസീലിയറോ റെലഗേഷൻ സോൺ എന്ന് പ്രമുഖ ഫുട്ബോൾ മാധ്യമങ്ങളെ അച്ചു നിരത്തണമെങ്കിൽ അയാൾ കളിക്കുന്ന മാന്ത്രികത, അയാൾ പുറത്തെടുക്കുന്ന മാജിക്, അത് വല്ലാത്ത ഒന്ന് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ 4 കളി നമ്മൾ പറഞ്ഞല്ലോ, 4 മത്സരങ്ങൾ നെയ്മറുടെ വക 5 ഗോളും 1 അസിസ്റ്റ് എന്ന് പറയുമ്പോൾ 3 വിജയങ്ങളും 1 സമനിലയും 0 തോൽവിയാണ്. സാന്റോസ് ഇതാ രക്ഷപ്പെട്ടു പോകുന്നു, മുന്നോട്ടേക്ക് പോകുന്നു. അതിന് പുറകിൽ നെയ്മർ ജൂനിയറുടെ മാന്ത്രിക സ്പർശം തന്നെയാണ്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പരിക്കേറ്റ് പുറത്തിരിക്കേണ്ട ഒരു താരം, പരിക്കേറ്റ് ഈ വർഷം ഇനി കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ താരം, എനിക്ക് കളിക്കണം, എനിക്ക് രക്ഷപ്പെടുത്തി എടുക്കണം എൻ്റെ ടീമിനെ എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ ഉള്ളിൽ ആ ടീമിനോടുള്ള സ്നേഹം, പ്രണയം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ ബഹിർസ്ഫുരണമാണ് നമ്മൾ കളിക്കളങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ. ദിസ് ഈസ് എ സ്പെഷ്യൽ ലവ് സ്റ്റോറി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.